നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു. 2 ഹനുമത് ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതാണ് ശുഭകരം. 2ൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതായ അഥവാ വിഷമിപ്പിക്കുന്നതായ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയാം. അതിനാൽ തന്നെ നിങ്ങൾ വളരെ അസ്വസ്ഥരാണ്, അല്ലെങ്കിൽ മനസ്സിൽ വിഷമം തങ്ങി നിൽക്കുന്നു എന്ന് പറയാം. പക്ഷേ അത് പലപ്പോഴും നിങ്ങൾ പുറമെ പ്രകടിപ്പിക്കുന്നവരല്ല. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ചില വ്യക്തികൾക്കോ അറിയാം. എന്നിരുന്നാൽ പോലും പല കാര്യങ്ങളും മനസ്സിനുള്ളിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിയുകയോ അല്ലെങ്കിൽ അത് തരണം ചെയ്യുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയോ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കാം. അത് ജോലി ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ജോലിയിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാകും. അത്തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. യുക്തിപൂർവം ചിന്തിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ കഠിനാധ്വാനം നിങ്ങൾ ഈ സമയം ചെയ്യുകയാണ് എങ്കിൽ അതിന് അനുകൂലമായ കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. വിവാഹം, ഗൃഹപ്രവേശം, അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അഥവാ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം. ജീവിതത്തിൽ പല വ്യക്തികളും ആഗ്രഹിക്കുന്നതായ ചില നേട്ടങ്ങളുണ്ട്, സന്തോഷകരമായ നിമിഷങ്ങളുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വായുവേഗത്തിൽ നടക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ കഠിനാധ്വാനം അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് സംസാരിച്ചില്ല എങ്കിൽ, പ്രവർത്തിച്ചില്ല എങ്കിൽ ബന്ധുക്കൾ പോലും ശത്രുക്കളാകുന്ന പരിതസ്ഥിതി വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്നുകൂടി മനസ്സിലാക്കുക. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അസൂയ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് മറ്റുള്ളവരിൽ നിന്നും അസൂയ വന്നു ചേരാം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ നൽകുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല തടസ്സങ്ങളും താൽക്കാലികമായ തടസ്സങ്ങളാണ്, അത് ഒഴിവായി പോകും എന്ന വ്യക്തമായ ചിന്ത നിങ്ങളിലേക്ക് കടന്ന് വരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രക്ഷപ്പെടുന്നതായ സാഹചര്യങ്ങൾ, പരിസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, ഉയർച്ചയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. നിങ്ങൾ കാരണം ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. നിങ്ങൾക്കൊപ്പമുള്ളവർക്കും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് അനുകൂലമായ പല കാര്യങ്ങളും അവർക്കും വന്നു ചേരാം, അല്ലെങ്കിൽ അവർക്കും സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. സഹായം ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷമുള്ളതിനാൽ തന്നെ ശരിയായ സമയത്ത് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അനുഗ്രഹം ഭഗവാന്റെ വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ അർഹമായ വിജയങ്ങൾ
നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ അത് നിങ്ങൾക്ക് വീണ്ടും വന്നു ചേരുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അർഹമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അർഹിക്കുന്നതായ അവസരങ്ങളുണ്ട്, അത് പലപ്പോഴും നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബുദ്ധിശക്തി വർദ്ധിക്കാവുന്നതാണ്. അതിനാൽ തന്നെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ആത്മവിശ്വാസം അഥവാ ആത്മബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കൂടി വന്നു ചേരുന്നതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഹനുമാൻ സ്വാമിയുടെ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ കുടുംബജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വായുവേഗത്തിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എല്ലാ കാര്യങ്ങളിലും അത്തരത്തിൽ സംഭവിക്കണം എന്നില്ല എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, തർക്കങ്ങളിൽ ആശ്വാസം വന്നു ചേരുക അഥവാ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. സ്വന്തമായി ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ചേരുവാൻ അല്ലെങ്കിൽ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം വീട്, അത്തരത്തിൽ ചില സ്വപ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ഒരു കാര്യവും ശരിയായ രീതിയിൽ സംഭവിക്കാത്തതിനാൽ മനസ്സിലുണ്ടായിരുന്ന ആ വിഷമങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായ സമയം കൂടിയാണ് ഇത്. ഒന്നുമില്ലാത്തതായ അവസ്ഥയിൽ നിന്നും പല കാര്യങ്ങളും നേടുവാൻ സാധിക്കുന്നതായ അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല തീരുമാനങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കും. അഥവാ ഉറച്ച മനസ്സോടെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. അത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ സംഭവിക്കുന്നതായ ഒരു കാര്യമാകുന്നു. കാരണം ആത്മബലം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ആ കഷ്ടതകളിൽ പലതും ഇപ്പോഴും തുടരുന്നു എന്നതും നിങ്ങളെ അലട്ടുന്നതായ പ്രശ്നമാണ്. എന്നാൽ അതിൽ ചില പരിഹാരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദേഷ്യം തന്നെയാകുന്നു. എടുത്തുചാട്ടവും ദേഷ്യവും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. നിഷ്കളങ്കമായ വ്യക്തിത്വം ഉള്ളവരാണ് നിങ്ങൾ. കൂടാതെ തക്കതായ സമയത്ത് പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. എന്നാൽ പലപ്പോഴും വിജയങ്ങൾ നിങ്ങൾക്ക് അകലെയായി പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാണ്. മനസ്സിൽ കള്ളമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ കൃപാ കടാക്ഷം ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും. പലപ്പോഴും ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളിലുണ്ട്. അതിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുകയും അത് തനിക്ക് അനുകൂലമാക്കി മാറ്റുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം ആഗ്രഹ സാഫല്യങ്ങൾ വായുവേഗത്തിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ വായുവേഗത്തിൽ നടക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ കലഹം, കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ എപ്രകാരം പരിഹരിക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഏത് കാര്യവും വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുകയും അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിക്കുന്നതായ തൊഴിൽ
ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും ഭഗവാന്റെ കൃപാ കടാക്ഷത്താലുണ്ട്. അതിനാൽ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതും ഹനുമത് മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ഭവിക്കുവാൻ അത് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഹനുമാൻ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോവുക.